പറവൂർ മണ്ഡലം എന്ന് വെച്ചാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ്. ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ 8 ലോക്കൽ ബോഡി ചേർന്നാണ്. നോർത്ത് പറവൂർ മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തുകളും ചേർന്നതാണ്. അപ്പൊ അതിന് ലോക്കൽ ബോഡിയിലെ വോട്ട് നോക്കാം. എഗെയിൻ എറണാകുളം ജില്ലയിലെ മിക്ക മണ്ഡലങ്ങളെയും കാണുന്ന പോലെ UDF എറണാകുളത്ത് നല്ലൊരു രീതിയിൽ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. 68,000 വോട്ടോളം 43% പിടിച്ചിട്ടാണ് UDF ഫ്രണ്ടിലെത്തിയിരിക്കുന്നത്. LDF 45,000 വോട്ടോളം ഉണ്ട്, 28.6%. സ്വതന്ത്രരെല്ലാം കൊണ്ട് 22,000 വോട്ടുണ്ട്. BJPക്ക് 10% കൂടുണ്ട്, 13.5% വോട്ടുണ്ട്, 21,000 വോട്ട് പറവൂരുണ്ട്. മെമ്പർമാർ നോക്കിയാൽ UDFന് 94 ഉള്ളപ്പം LDFന് 46 ഉള്ളൂ, പകുതിയിലും കുറവാണ്. അതേഴ്സ് 14, NDA 12. ഇങ്ങനെയാണ് പറവൂരിന്റെ അവസ്ഥ. ഇനി പഴയ ഹിസ്റ്ററിയിലുള്ള ചിത്രം നോക്കാം. സ്ഥാനാർത്ഥികളെ നോക്കിയാൽ ശ്രീ വി ഡി സതീശൻ 2001 വരെ നിലനിർത്തുന്ന മണ്ഡലമാണ്. 2021 അദ്ദേഹം ജയിച്ചു. CPIക്കാണ് കൊടുത്തിരിക്കുന്നത് LDF. അത് വീണ്ടും 2016 അദ്ദേഹം ലീഡ് കൂട്ടുകയാണ് ചെയ്തത്. 2021 നല്ലൊരു ലീഡിൽ തന്നെയാണ്, 20,000 വോട്ടിന്റെ ലീഡിൽ, 22,000 വോട്ടിന്റെ ലീഡിലാണ് മത്സരിച്ചിരിക്കുന്നത്. ഇപ്പം വീണ്ടും അദ്ദേഹം തന്നെയാണ് UDFന് വേണ്ടി മത്സരിക്കുന്നത്. ശ്രീ ടൈസനാണ്, ET ടൈസനാണ് CPIക്ക് വേണ്ടി. BJP എന്നാണ് മത്സരിക്കുന്നത്. സാറിന് 2020 കൊടുക്കേണ്ട. എറണാകുളം ജില്ലയിലെ അസംബ്ലികളെല്ലാം കൂടുതൽ 2020 കൊടുത്തു. പക്ഷെ BJP എന്നാണ് മത്സരിക്കുന്നത്. വത്സല പ്രസന്നകുമാർ. നമുക്ക് വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ശ്രീ വി ഡി സതീശൻ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം 43% വോട്ട് ലോക്കൽ ബോഡിയിലുണ്ട് പറവൂരിൽ. UDF ഒരു 94 മെമ്പേഴ്സ് ഉണ്ട്, അതിന്റെ പകുതി പോലും ഇല്ല LDFന്റെ മെമ്പേഴ്സ്. ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്, സ്വാധീനമുള്ള ആളാണ്. പിന്നെ CPIയുടെ മണ്ഡലമാണ്. എന്തായാലും ഇത് ഒരു ഈസി വിന്നായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പറവൂരിലൊക്കെ ഒരു 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF ശ്രീ വി ഡി സതീശൻ തന്നെ ആ മണ്ഡലം നിലനിർത്തുകയാണ് ഞാൻ വിചാരിക്കുന്നത്. ആകെയുള്ള 2020 കുറച്ച് ഉള്ളത് കൊണ്ട് NDAയുടെ വോട്ട് ഷെയർ കുറച്ചുകൂടെ കൂടി 25,000, 27,000 ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്.